സമയത്ത് നിങ്ങൾ കാണിക്കുന്ന കുറേ ചേഷ്ടകളും പ്രവർത്തികളും ഉണ്ട്. ആ സ്ഥാനത്ത് 500 മുതൽ 1000 വരെ ആകുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്തും ചെയ്യും അല്ലേ? നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം. ഇത് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, തിരുവനന്തപുരം ജില്ലയിലെ മലയോര ഗ്രാമമായ വിതുരയിൽ തിരുവനന്തപുരം നെടുമങ്ങാട് പൊന്മുടി റൂട്ടിൽ തൊളിക്കോട് എന്ന സ്ഥലത്തിന് സമീപത്താണ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ UIT എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഈ ചാനലിൻ്റെ മിഷൻ AD ബൈ ഗാലറി ഓഫ് നാച്ചുർ എന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായി 3ാമത്തെ പ്രോഗ്രാം ഇന്നിവിടെ നടക്കുകയാണ്. ഇന്നിവിടെ ഈ കോളേജിൽ നടക്കുന്ന ലഹരി വിരുദ്ധ സെമിനാർ എന്ന പ്രോഗ്രാമിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്ക് പ്രോഗ്രാമിൻ്റെ വിശദമായ കാഴ്ചകളിലേക്ക് പോകാം. ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു സെമിനാറാണ് ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും തിരുവനന്തപുരം ജില്ലാ വിമുക്തി മിഷന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് ഈ പ്രോഗ്രാം ഇന്നിവിടെ കണ്ടക്ട് ചെയ്യാൻ സാധിച്ചത്. വിമുക്തി എന്ന് പറയുമ്പോൾ ഇതൊരു ആന്റി നർക്കോട്ടിക് ക്യാമ്പയിൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗവൺമെന്റ് ഓഫ് കേരള ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ് എഗെയിൻസ്റ്റ് ഡ്രഗ്സ്. ഉദ്ദേശം എന്ന് പറയുന്നത് അവയർനെസ് കൊണ്ടുവരിക എന്നുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമാണ്, എസ്പെഷ്യലി ഇൻ യൂത്ത്. ആൻഡ് ഇറ്റ്സ് മെയിൻ എയിം ഈസ് ടു ഇറാഡിക്കേറ്റ് ഓൾ ദ നർക്കോട്ടിക് പ്രോഡക്ട്സ് ഫ്രം അവർ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. യു ടീച്ചർ ടു ദിസ് സെഷൻ. അടുത്തതായിട്ട് ഇവിടുത്തെ ഇൻട്രൊഡക്ഷൻ സ്പീച്ച് നടത്തുന്ന B. ജയചന്ദ്രൻ സാറാണ്. സർ ജോയിന്റ് കൺവീനർ ആണ് ഗാലറി ഓഫ് നാച്ചുർ യൂട്യൂബ് ചാനലിന്റെ. നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നത് KR അജയ് സാറ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഡിസ്ട്രിക്ട് മാനേജർ ആണ് വിമുക്തി മിഷന്റെ. സാറിന് ഇവിടെ എന്തോ ഒരു അത്യാവശ്യം കാരണം എത്താൻ പറ്റിയിട്ടില്ല. എനിവേ സാറിനെയും ഈ സമയം ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇനാഗുറേഷൻ സ്പീച്ചും ആൻഡ് കീനോട്ട് അഡ്രസ്സും ഇവിടെ ചെയ്യുന്നത് ശ്രീ വിഘ്നേഷ് SA ആണ്. വിമുക്തി മിഷൻ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ ആണ് അദ്ദേഹം. ബാക്കി എല്ലാ വിശിഷ്ട വ്യക്തികളും, RP മിഥിൻ ലാൽ സാർ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നെടുമങ്ങാട് സർക്കിൾ ആണ്. സാറ് എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശ്രീ സുമേഷ് കോട്ടൂർ സാർ ആണ് ഈ ഗാലറി ഓഫ് നേച്ചറിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് ആദ്യമായിട്ട് ഈ പോസ്റ്റ് കണ്ടപ്പോൾ നമുക്കറിയത്തില്ല ഗാലറി ഓഫ് നേച്ചർ എന്താണ് കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും സാറെ ഒന്ന് നോക്കി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് സാറൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടെ ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ സാറ് അങ്ങനെ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ പോട്ടെ. ശ്രീമതി നബീസ ബീവി മാഡം എത്തിയിട്ടില്ല. നമ്മുടെ പ്രസാദി ചേച്ചി, നമ്മുടെ PTA വൈസ് പ്രസിഡന്റ്, എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന, എല്ലാത്തിനും നമ്മുടെ കൂടെ സപ്പോർട്ടായി നിൽക്കുന്ന നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ. ഇടയ്ക്ക് പേര് വിട്ടുപോയിട്ടുണ്ട്. ശ്രീമതി പ്രിയ ശ്യാം മാഡം ആണ്, റൈറ്ററാണ്, ഗാലറി ഓഫ് നാച്ചറിന്റെ ഒരു മെമ്പർ കൂടെയാണ്. പിന്നെ നമ്മുടെ റോഷൻ സാറ് ഈ പ്രോഗ്രാം ഇവിടെ ഡേറ്റ് കിട്ടിയതിന്റെ അന്ന് മുതൽ ഇത് സക്സസ്ഫുൾ ആയിട്ട് നടത്തിയെടുക്കണം എന്ന ഒരു വാശിയോടുകൂടി ഓടി നടക്കുന്ന ഒരാളാണ് സാറ്. വളരെ എനർജറ്റിക് ആയിട്ട് ഇത് ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. എനിവേ എല്ലാം ഇവിടെ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് അത് മനസ്സിലാക്കുകയും, നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല ചെയ്യാനുള്ളത്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന പലരിലേക്കും
സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. അങ്ങനെ ഇതിനെ വൻ വിജയമാക്കി മാറ്റുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഞാനിന്ന് ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഗാലറി ഓഫ് നേച്ചർ യൂട്യൂബ് കൂട്ടായ്മ, അതുപോലെ കേരള സ്റ്റേറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരം ജില്ലാ വിമുക്തി മിഷൻ, തൊളിക്കോട് യുഐടിയും ഭാഗമാകുന്ന ഒരു വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദിയോട് സ്മരിക്കുന്നത് 3 പേരുകളാണ്. അതിലൊന്ന് ഈ ഗാലറി ഓഫ് നേച്ചർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കൂട്ടായ്മയെ കുറിച്ച് ആദ്യമായിട്ട് എന്നോട് സംസാരിച്ച ഇങ്ങനൊരു സംരംഭം ഉണ്ടെന്ന്, അതുപോലെ തന്നെ അത് ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും എന്നോട് ആദ്യമായിട്ട് സംസാരിച്ചത് എൻ്റെ പ്രിയ സഹപ്രവർത്തക പ്രസാദിനി ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനൊരു സംരംഭത്തെ കുറിച്ചും ആദിവാസി മേഖലയിൽ ഇവർ ഏറ്റെടുത്ത് നടത്തുന്ന മിഷൻ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറയുന്ന ക്യാമ്പയിനെ കുറിച്ചും അതിൻ്റെ ഒരു പ്രോഗ്രാം നമ്മുടെ കോളേജിൽ നടത്തണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് കേട്ടിട്ട് നമുക്ക് ചെയ്യാം, ഈ മാസം തന്നെ ഏതെങ്കിലും ഒരു ദിവസം, സൗകര്യപ്രദമായ ഒരു ദിവസം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ സാരഥിയായ സുമേഷ് കോട്ടൂർ എന്ന് പറയുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റിനെ എനിക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ എന്നെ വിളിച്ചു. ഞാനിങ്ങനെ പരീക്ഷയുടെ ഒരു ടൈം കൂടെ പറഞ്ഞു. അപ്പോൾ അവർക്ക് 20-നും 30-നും ഇടയ്ക്കുള്ള ഒരു ഡേറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളേജിൻ്റെ തന്നെ വിമുക്തി സെല്ല കോർഡിനേറ്ററായ റോഷൻ സാറിനെ അത് ഏൽപ്പിച്ചു. അപ്പോൾ ഇവർ 3 പേരും വളരെ ഭംഗിയായിട്ടാണ്, അല്ലെങ്കിൽ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്നത്. കാരണം ഇന്ന് നമുക്കറിയാം കാലത്തിന്റെ അനിവാര്യതയിൽ, അതുപോലെ തന്നെ ഭാവിയുടെ ചാലക ശക്തികളായിട്ടുള്ള യുവതലമുറ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ലഹരിക്ക് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് വലിയൊരു വിപത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾക്ക് ഒരുപാട് പ്രസക്തി നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലഹരി എന്ന് പറയുന്ന വാക്ക്, ഞാൻ ആ വേർഡ് മീനിങ് തന്നെ ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒരു വസ്തുവിനോട്, ഒരു വ്യക്തിക്ക് സാധാരണത്തിൽ കവിഞ്ഞ് ഉണ്ടാകുന്ന ഒരു അഭിനിവേശം അല്ലെങ്കിൽ ഒരു ആസക്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചെറിയൊരു അവസരത്തിൽ അതിനോട് ആകൃഷ്ടനാകുന്തോറും ആ വ്യക്തിക്ക് ഒരു ഉന്മാദം ഉണ്ടാവാം. ഇതൊക്കെ നമുക്ക് പല രീതിയിലുള്ള ദോഷഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പലരുടെയും അനുഭവത്തിൽ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ യുവതലമുറയിലാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഏതൊരു വിഭാഗം തലമുറ എടുത്താലും അതിലെല്ലാം ലഹരി എന്ന് പറയുന്ന ഒരു വസ്തു ഉപയോഗിക്കുന്നത് എല്ലാ വിഭാഗത്തിലും ഉണ്ടെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്. നമ്മളൊരു 60-70 കഴിഞ്ഞ ആൾക്കാരുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിലും ഈ കാറ്റഗറി ഉണ്ട്. അതുപോലെ 40-60 വയസ്സിലെടുത്ത ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിലും ഈ കാറ്റഗറി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 20-40 വയസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലും ഈ കാറ്റഗറി ഉണ്ട്. ഇപ്പൊ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ പേടിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാം ഒരു 15 തന്നെ പോണ്ട 14-20 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് ഇവിടെ മുഖ്യ പ്രഭാഷകൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. ഇതിനോട് മാത്രം ലഹരി വസ്തുക്കൾക്കുപരി നമുക്ക് ജീവിതത്തിനോടും ജീവിതത്തിന്റെ പല കാഴ്ചപ്പാടുകളോടും ലഹരിയാവാവുന്നതാണ്. ഉദാഹരണത്തിന് നമ്മളെ പഠനത്തോട് ലഹരിയാവാം, നമ്മുടെ തൊഴിലിനോട് ലഹരി നമുക്ക് കാണിക്കാം, വായനയോട് ലഹരി കാണിക്കാം, സന്നദ്ധ സേവനത്തോട് ലഹരി കാണിക്കാം. അങ്ങനെ ജീവിതത്തിന്റെ പല കാഴ്ചപ്പാടുകളോടും നമുക്ക് ലഹരി ഉണ്ടാവാം. അത് ഏത് വേണം എന്ന് നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നിടത്താണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളുടെ പ്രസക്തി വരുന്നത് എന്നാണ്. അപ്പൊ നമുക്ക് സംശയം തോന്നും, ഒരു ബോധവൽക്കരണ സെമിനാറോ ഒരു ബോധവൽക്കരണ ക്ലാസ്സോ നടത്തിയത് കൊണ്ടോ ഇങ്ങനെ ഒരു മനസ്സിനൊരു മാറ്റം നമുക്ക് ഉണ്ടാവുമെന്നൊരു സംശയം തോന്നും. ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ ഈ ഇരിക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടത്തുന്നതിൽ ഒരാൾക്ക് മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ വിചാരിച്ച വേറൊരാൾക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? അങ്ങനെ ഒരു സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമെന്ന് തന്നെ പ്രത്യാശിക്കാം. അപ്പൊ അതിന് നല്ലൊരു സംരംഭമാണ് ഈ ഗാലറി ഓഫ് നേച്ചർ കൂട്ടായ്മ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം നമ്മുടെ
നമുക്ക് അതിലൊരു വേദി ഒരുക്കി തന്നു എന്നുള്ളതിൽ നമുക്ക് അങ്ങേയറ്റം നന്ദി തന്നെ നമുക്ക് പറയാം. നല്ല രീതിയിൽ ഈ ക്യാമ്പയിൻ നിങ്ങൾ ഉൾക്കൊള്ളുക, അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അടുത്തതായിട്ട് ഈ വേണ്ടിയിട്ട് ഗാലറി ഓഫ് നേച്ചർ യൂട്യൂബ് ചാനൽ കൂട്ടായ്മയുടെ ജോയിന്റ് കൺവീനറായ ശ്രീ പി ജയചന്ദ്രൻ സാറിനെ ക്ഷണിച്ചു. ഗാലറി ഓഫ് നാച്ചർ എന്ന യൂട്യൂബ് ചാനലിന് രൂപം നൽകിയത് ശ്രീ സുമേഷ് കോട്ടൂരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ സ്വത്തായി രൂപീകരിച്ച ഒരു പ്രൈവറ്റ് ചാനലായിട്ടാണ് ഇത് തുടക്കം കുറിച്ചത്. എന്നാൽ പിന്നീട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ പോലെയുള്ള ഒരു 10-12ഓളം പേരെ ഇതിൽ രൂപീകരിച്ചിട്ട് ഇതിന് സമൂഹത്തിൻ്റെ നല്ലതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതിന് വേണ്ടി ഇങ്ങനൊരു പ്രവർത്തനത്തിലേക്ക് തുടക്കം കുറിച്ചത്. അതിന് നമ്മൾ പേരിട്ട പേര് മിഷൻ AD എന്നാണ്. മിഷൻ AD എന്ന് പറഞ്ഞാൽ എഗൻസ്റ്റ് ഡ്രഗ്സ് എന്നാണ്. ഇത് നമ്മുടെ 3ാമത്തെ പരിപാടിയാണ് ഇന്ന് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന കോഴിക്കോടുള്ള ഈ സ്ഥാപനത്തിൽ നടക്കുന്നത്. നമ്മൾ ആദ്യമായി ഒരു പരിപാടി സംഘടിപ്പിച്ചത് കുറ്റിച്ചിലുള്ള പരുത്തിപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 500ഓളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ നല്ലൊരു ക്യാമ്പയിൻ അവിടെ സംഘടിപ്പിക്കുകയുണ്ട്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചറിവിലേക്ക് നയിച്ചത് നാട്ടിൽ മാത്രമല്ല കാട്ടിലും ഈ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. കാരണം ആദിവാസികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന വിതിര, അതുപോലെ തന്നെ പാലോട്, പിന്നെ കുറ്റിച്ചൽ പഞ്ചായത്തുകളിൽപ്പെട്ട കുറ്റിച്ചൽ പഞ്ചായത്തിൽ 27ഓളം വരുന്ന സെറ്റിൽമെന്റ് കോളനികളാണുള്ളത്. ഒരു വീട് പോലും ഈ ലഹരിക്ക് വിമുക്തി ആയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് കോട്ടൂർ വനമേഖലയിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അത് വിമുക്തി മിഷനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഗാലറി ഓഫ് നാച്ചർ കൂട്ടായ്മയും കൂടി ചേർന്നുകൊണ്ടാണ് സംഘടിപ്പിച്ചത്. രാവിലെ കോട്ടൂർ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച ആ പ്രവർത്തനങ്ങൾ വൈകുന്നേരം വരെ ട്രൈബൽ സെറ്റിൽമെന്റിലെ ഓരോ വീടുവിടാതെ കയറി ഇറങ്ങി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മളോടൊപ്പം വന്ന് ഓരോ വീട്ടിലും ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ വിലയിരുത്തുകയും അവരുടെ പരാതികൾ കേൾക്കുകയും അവർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്യുകയും അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അടുത്ത 3ാമത്തെ പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ TV ചാനൽ നോക്കിയാൽ നമുക്കറിയാം, ദിവസേന 20-നും 25-നും വയസ്സിൽ പ്രായമുള്ള കുട്ടികൾ അമിത വേഗതയിൽ ലക്ക് കെട്ടു പോകുന്നത് കാരണം അപകടങ്ങൾ ഉണ്ടാവുകയും അവരുടെ ജീവൻ എടുക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇല്ലാത്ത പണം മുടക്കി നിങ്ങളെ ഓരോ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് നമ്മൾ വളർന്നു വലുതായാൽ മാത്രമേ ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള പ്രചോദനം നമുക്കുണ്ടാവൂ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരൊറ്റ കുട്ടി പോലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കുന്ന ഒരൊറ്റ കുട്ടി പോലും ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല. പ്രത്യക്ഷമായോ പരോക്ഷമായോ ഏതെങ്കിലും കുട്ടികൾ അതിലേക്ക് തിരിയുകയാണെങ്കിൽ അവരെ ബോധവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ സ്റ്റുഡൻസ് യൂണിയനുകൾക്കും അതേപോലെ തന്നെ അധ്യാപകർക്കും സഹപ്രവർത്തകർക്കും ഉള്ളതാണ്. ആരെയും അതിലേക്ക് വഴിതിരിച്ചു വിടരുത്. ബ്രെയിനിനെ സാരമായി ബാധിച്ചാൽ, മനസ്സിനെ ബാധിച്ചാൽ പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത ഒരു സവിശേഷതയിലേക്ക് പോകും. അതിൻ്റെ തിരിച്ചറിവാണ് ഈ ഗാലറി ഓഫ് നാച്ചർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകളും സെമിനാറുകളും നടപ്പിലാക്കുന്നതിന് ഞങ്ങളെ ഇതിലേക്ക് ആകർഷിച്ചത്. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ വിമുക്തി മിഷന്റെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ ഇതിന്റെ വിശദമായ രീതിയിൽ സംസാരിക്കും. വിമുക്തി മിഷൻ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ളതാണ്. ഇന്ന് ഉയർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കേണ്ട ഒരു ചടങ്ങായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും നെടുമങ്ങാട് താലൂക്കിനകത്ത് വെച്ച് 1-2 സംഭവങ്ങളുണ്ടായി. അവർ അതിന്റെ പിന്നിലാണ്. അതുകൊണ്ടാണ് അവർക്ക് എത്താൻ കഴിയാത്തത്. എല്ലാവർക്കും ഒന്നുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരൊറ്റ കുട്ടി പോലും ഈ ലഹരിക്ക് അടിമപ്പെടരുതേ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം ജില്ലാ വിമുക്തി മിഷൻ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്ററായ ശ്രീ വിഘ്നേഷ് സാറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഗാലറി ഓഫ് നാച്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവിധ പ്രവർത്തനങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലുമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനത്തിന്റെ തീർച്ചയായും 3ാമത്തെ ഒരു പ്രോഗ്രാമാണ് ഇന്ന് UAT കോഴിക്കോട് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു
ഉദ്ഘാടകരുടെ യാന്ത്രികതയില്ലാത്ത ഉദ്ഘാടകനാണ് അതിൽ കേരളം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പ്രസ്തുത പരിപാടി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് എക്സൈസ് വകുപ്പ് എന്തിനാണ് ഈ സ്കൂളിലും കോളേജിലും കയറിയാലും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. എക്സൈസിന്റെ ജോലി അല്ലല്ലോ, കുട്ടികളെ നേരെയാക്കുന്നതിനാണ്, ക്ലാസ് എടുക്കുന്നതിനാണെന്നുള്ള സംശയമുണ്ടായി. സത്യത്തിൽ ഈ പറയാറില്ലേ കോമഡി പഞ്ചായത്ത് ഈ വീട്ടിലാണ് പോലീസുകാർ എന്ന് പറയുന്നത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ എന്തിന് എക്സൈസ് വരുന്നുള്ളൂ. നമ്മൾ കാണുന്ന പോലെയല്ല, പത്രത്തിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുന്നതിനേക്കാൾ ഒരുപാട് അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം പോകുന്നു. നമ്മളൊക്കെ ഒരുപാട് ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് ക്ലാസ്സുകളാണെങ്കിൽ പോലും അല്ലെങ്കിൽ മക്കളെ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു ധാരണ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളത്. ഇതൊക്കെ മറ്റെവിടെയോ നടക്കും. പത്രങ്ങളിൽ പോലും ഇത് ഈ ഒരു വാർത്ത ഈ ലഹരി മരുന്നിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്നിനെ സംബന്ധിച്ച വാർത്തകളിൽ നമുക്ക് ഉണ്ടാകുന്ന ധാരണകളൊന്നും എന്നെ ബാധിക്കാൻ സാധ്യതയില്ല. എവിടെയൊക്കെ കേസ് പിടിക്കുന്നു, എവിടെ നിന്നൊക്കെയോ മയക്കുമരുന്നും ആരൊക്കെയോ പിടിക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതൊന്നും എന്നെ ഒരു കാലത്തും ബാധിക്കാൻ സാധ്യതയില്ല എന്നൊരു തെറ്റിദ്ധാരണ നമുക്കിടയിൽ എന്നത് തെറ്റാണ്. നമ്മുടെയൊക്കെ വീടിന്റെ തൊട്ടടുത്ത് പോലും ഈ സാധനം എത്തിക്കും. നമ്മൾ പോലും അറിയാതെ നമുക്കിടയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ നമുക്ക് ഒരു വലിയ വെല്ലുവിളിയായി. അതിനു മുമ്പ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾ സ്വയം ഒരു പ്രതിരോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ ഇതിലൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇതൊരു സർക്കാർ സംവിധാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല. നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും പൊതു ഉണ്ടായ്മ അല്ലെങ്കിൽ കൂട്ടുത്തരവാദിത്തത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു പൊതു സാമൂഹിക പ്രശ്നത്തെ പ്രതിരോധിക്കാൻ കഴിയൂ. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് യൂത്ത് എവിടെയുണ്ടോ അവർക്കിടയിൽ നിന്നുകൊണ്ട് ബോധവൽക്കരണം കൊടുക്കുന്നത്. അപ്പോൾ ഗാലറി ഓഫ് നാച്ചുറലിൻ്റെയും സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ UIT കോഴിക്കോടുമായി സഹകരിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഇന്നത്തെ ഈ ഒരു ബോധവൽക്കരണ പരിപാടി സെമിനാർ ഉദ്ഘാടനം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? താങ്ക് യു ഫോർ ദ ജെനുവിൻ പ്രിഫറൻസ്. നിങ്ങൾക്ക് തോന്നില്ല, കാരണം ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന, മടുപ്പിക്കുന്ന, കേട്ട് ഇനി കേട്ടാൽ ദേഷ്യം വരുമെന്ന് തോന്നിയിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പറയുന്ന മയക്കുമരുന്നിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്. അല്ല, ഇത് കേട്ട് അവസാനം നമ്മളത് ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് സംശയം. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ബോധവൽക്കരണം, ലഹരിയെ കുറിച്ചാണ് ബോധവൽക്കരണം അല്ലെ. ക്ലബുകളായിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, എന്തുകൊണ്ട് പറയേണ്ടി വരും? നിങ്ങളെ സേ നോ ടു ഡ്രഗ്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? കേട്ടിട്ടോ? സേ നോ ടു ഡ്രഗ്സ്. എന്താ ഈ സേ നോ ടു ഡ്രഗ്സ്? എന്താ? ഡ്രഗ്സിനോട് നോ പറയുക അല്ലെ? എപ്പോഴാ നിങ്ങൾ പറയുക എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നോ പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴാ പറഞ്ഞിട്ടുള്ളേ? ആരോട് പറഞ്ഞിട്ടുള്ളേ? ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് നിങ്ങൾ ആരോടും ഡ്രഗ്സിനോട് നോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി എന്നാണ് നിങ്ങൾ പറയാൻ പോകുന്നത്? ആരാ പരിഹരിക്കാൻ പോകുന്നത് എന്ന്? നിങ്ങൾ രാവിലെ കോളേജിലേക്ക് വരുന്ന ദിവസം, അന്നേ ദിവസം രാവിലെ കോളേജിലേക്ക് വരുന്ന വഴിക്ക് ഒരാൾ വെച്ചിട്ട് മോളെ നിൽക്കുക അല്ലെങ്കിൽ മോനെ നിൽക്കുക, എന്നാ കുറച്ച് മയക്ക് വരും, എന്നാ കുറച്ച് കഞ്ചാവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരാൾ ഒരു സുപ്രഭാതം നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? നോ എന്ന് പറയാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, ചിന്തിക്കുന്നില്ല. ഇപ്പോ തന്റെ പേരുണ്ടോ? അഞ്ജന. ഇവിടെ ബാക്ക് വെച്ച് കേൾക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ ഓരോ പ്രസംഗിക്കാൻ പോവാണ്. അഞ്ജനയുടെ വീട് എവിടെയാ? ചുള്ളിമാനൂരുള്ള അഞ്ജന രാവിലെ കോളേജിലേക്ക് വരുന്ന സമയത്ത് എത്ര മണിക്കാ രാവിലെ ബസ് ഇങ്ങോട്ട്? 9 മണിക്കോ? രാവിലെ റെഡിയാവുമല്ലോ. അപ്പൊ 5:30 മണിക്കുന്ന സമയത്ത് വളരെ ധൃതിപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് വാതിലൊരു കൂട്ട് കേൾക്കുന്നു. വാതിൽ തുറന്നു നോക്കുന്നു. ആരാണ്? ഞാനാണ്. എന്റെ കയ്യിൽ ഒരു പൊതി എന്തുണ്ട്? മയക്കുമരുന്നുണ്ട്, ഡ്രഗ്സ് ഉണ്ട്. കേട്ടോ, അഞ്ജന ചിന്തിച്ചോണം, വിഷ്വലി കണ്ടോണം. എന്റെ ഇടത്തെ കയ്യിൽ എന്തുണ്ട്? മയക്കുമരുന്നുണ്ട്. ഞാൻ അഞ്ജനോട് ചോദിക്കുകയാണ്, അഞ്ജന ചെറിയ ക്വാണ്ടിറ്റി ഉള്ള ഒരു സാധനമാണ്, വേണോ ചോദിക്കുക. അഞ്ജന എന്നോട് എന്ത് പറയും? ഞാൻ സഫാന്റെ വീട് എവിടെയാ? ഞാൻ ചുള്ളിമാനൂരുള്ള അഞ്ചാളെ വീട്ടിൽ ചോദിച്ച കാര്യം എനിവേ ഞാൻ അഞ്ജനോട് ചോദിക്കുകയാണ്, എന്താ മറുപടി? ഇത് വേണോ ചോദിക്കുക. അഞ്ജന എന്ത് പറയും? വേണ്ട, നോ എന്ന് പറയും അല്ലെ? നിങ്ങളാണെങ്കിലോ? നിങ്ങൾ നാളെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു, അതിന് തട്ടുന്നു, നിങ്ങൾ തുറന്നു നോക്കുന്നു, ഒരു പരിചയമില്ല, എന്റെ കയ്യിൽ എന്തുണ്ട്? മയക്ക് വരുന്നുണ്ട്, ഞാൻ വേണോ ചോദിക്കുകയാണ്. നിങ്ങൾ എന്നോട് എന്ത് പറയും? നോ എന്ന് പറയും അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്തു? തിരികെ പോയി. പിറ്റേ ദിവസവും ഇതേ അഞ്ജന
റെഡിയായി നിൽക്കുന്ന സമയത്ത് കഥകളെ കൊണ്ടുവരുന്നു, തുറന്നു നോക്കുന്നു. ഇത്തവണയും ആരാണ്? ഞാൻ തന്നെയാണ്. എന്റെ കയ്യിൽ എന്തുണ്ട്? ഇന്നലെ കൊണ്ടുവന്ന അതേ പാക്കറ്റ് ഉണ്ട്, ചെറിയ എമൗണ്ട് ഓഫ് ചെറിയ ക്വാണ്ടിറ്റി. ഇവിടെ ബാക്ക് കേൾക്കുന്നു. അതേ ക്വാണ്ടിറ്റി ഓഫ് എന്തുണ്ട്? ഡ്രഗ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇത്തവണ അഞ്ചിനോട് ചോദിക്കുന്നതിന് മുമ്പ് എന്റെ ഇടത്തെ കയ്യിലാണല്ലോ മൈക്ക് വരുന്നത്, എന്റെ വലത്തെ കയ്യിലുണ്ട് ഒരു iPhone 15 Pro Max ഉണ്ട്. ഇതും കൂടി ഞാൻ എടുത്ത് മുമ്പിലേക്ക് വെച്ചു. എന്നിട്ട് ഞാൻ ചോദിക്കണം, അഞ്ചന ഇനി നോക്കുന്നോ, ഇനി ട്രൈ ചെയ്ത് നോക്കുന്നോ എന്ന് ചോദിക്കണം. അഞ്ചന എന്നോട് എന്ത് പറയും? വേണ്ടാന്ന് പറയും. നിങ്ങളാണെങ്കിലോ വേണ്ടാന്ന് പറയല്ലേ? iPhone 15 Pro Max തൊട്ടപ്പുറം ചെറിയൊരു ക്വാണ്ടിറ്റി ഉള്ള ചെറിയൊരു പുതിയ. ഓക്കെ, അഞ്ചന എന്നോട് എന്ത് പറയും? വേണ്ടാന്ന് പറയും. ഓക്കെ, ഞാൻ സങ്കടപ്പെട്ടു, തിരിച്ചു പോയി. താങ്കൾ പറയും വേണ്ടാന്ന് പറയും. ഓക്കെ, അപ്പൊ ഞാൻ തിരിച്ചു പോയി. ഇപ്പൊ മൂന്നാമത്തെ ദിവസവും ഇതേ സമയമായപ്പോ അഞ്ചനയുടെ കഥകൾ തട്ടു വെക്കുന്നു, കഥ തുറന്നു നോക്കുന്നു. ഇതേ ഞാൻ മൂന്നാം ദിവസം കെട്ടിപ്പുറത്ത് രാവിലെ വന്നിട്ടുണ്ട്. എന്റെ കയ്യിൽ എന്തുണ്ട്? മൈക്ക് വരുന്നുണ്ട്. പക്ഷെ ഇത്തവണ എന്റെ കയ്യിൽ തലേ ദിവസം കൊണ്ടുവന്ന iPhone 15 Pro Max ഉണ്ട്. പിന്നെ കുറെ ബ്രാൻഡഡ് കോസ്മെറ്റിക്സ് ഉണ്ട്, കുറെ ഡ്രസ് ഉണ്ട്, ലിപ്സ്റ്റിക് ഓക്കെ സാധനങ്ങൾ, ലിപ്സ്റ്റിക്, ഡ്രസ്, പിന്നെ കുറച്ച് ഗോൾഡ്, ഇത്രയും സാധനമുണ്ട്. ഇത്രയും സാധനങ്ങൾ ഞാൻ അഞ്ചനയുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയണം, ഇനി ഒന്ന് ശ്രമിച്ചു നോക്കുന്നു. ചെറിയ ക്വാണ്ടിറ്റി ഉള്ളതിൽ ശ്രമിച്ചു നോക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അഞ്ചനോട് എന്ത് പറയും? സത്യസന്ധമായി മനസ്സിന്റെ വന്യമായ കോണിൽ എവിടെയും ചിന്തിക്കാതെ എന്ത് പറയും? വേണ്ടെന്ന് പറയും. വേണ്ടെന്ന് പറയും. മുഖത്തോയി കള്ളം പറയരുത്. നിങ്ങളാണെങ്കിലോ വേണ്ടെന്ന് പറയോ? എന്തുകൊണ്ടാണ് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞേ? ജെന്യുവിൻ റിപ്ലൈ ആണ് എനിക്ക് വേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്, ഫോൺ ഉണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട്, പൈസ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്ത് ചെറിയ ക്വാണ്ടിറ്റി ആണ്. എന്ത് പറയും? വേണ്ട. ഓക്കെ, ഉറപ്പാണോ? അടുത്ത ആരുമില്ലെങ്കിൽ ആരുമില്ല, ഞാൻ കുറെ ഓഫർ തരാം. ആരുമില്ല, ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ, ഒരു തവണ ഉപയോഗിച്ചാൽ മതി, ആരും അറിയില്ല, ഇത്രയും ഓഫർ ഞാൻ. എന്ത് പറയും? ജെനുവിനാണെങ്കിൽ എല്ലാവരും എസ് പറയുള്ളൂ അല്ലെ? എല്ലാവരും നീ എന്തിനായി വല്ലവരുടെയും ഓക്കെ, നിങ്ങൾ എന്ത് പറയും? നോ പറയൂസ് പറയോ? നോ എന്ന് പറയോ? നിങ്ങൾ പറഞ്ഞു. ഓക്കെ, നിങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു മുനി തുല്യരാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അപ്പൊ നിങ്ങൾ നോ എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ അവിടെ അല്ല. നിങ്ങൾ മൂന്നാമത്തെ ദിവസം എന്നോട് നോ പറഞ്ഞല്ലോ, ഫസ്റ്റ് ദിവസവും അഞ്ചനോട് നോ പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ ദിവസം പറഞ്ഞ നോയും മൂന്നാമത്തെ ദിവസം പറഞ്ഞ നോയും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഉണ്ടോ? അല്ല, എന്നാലും അതിന്റെ ഒരു വ്യത്യാസം എന്താണ്? ആദ്യത്തെ നോ അഞ്ചന പറഞ്ഞു അല്ലെ, നോ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം എന്നോട് വേണ്ട എന്ന് പറഞ്ഞു. എന്താ വ്യത്യാസം? പക്ഷെ ആ നോയുടെ ആ ഒരു ഇന്റൻസിറ്റി പതുക്കെ കുറഞ്ഞു അല്ലെ? കുറഞ്ഞു എന്ന് മാത്രമല്ല, ഈ മൂന്നാമത്തെ ദിവസം നിങ്ങളൊന്ന് കൺഫ്യൂഷനിലായില്ലേ? ഞാൻ നോ പറയണോ വേണ്ടയോ എന്ന്. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടും? അപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു, ഒരു കോൺഫ്ലിക്റ്റ് വന്നു നിങ്ങളുടെ മനസ്സിൽ അല്ലെ? പറയണോ വേണ്ടയോ? മറ്റേ ചിത്രത്തിലല്ലേ മോഹൻലാലിന് മറ്റേ പുള്ളിക്കാരി ആഹാരം കഴിക്കാൻ വിളിക്കുന്നത്, ആഹാരം എടുത്ത് വെച്ചിരിക്കുന്നു, മറ്റേ മനുഷ്യ ആഹാരം വെച്ചിരിക്കുന്നു, അതെ ആഹാരം വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഫ്രീക്വൻസി പതുക്കെ മാറി വരുന്ന പോലെ മൂന്നാമത്തെ ദിവസം നിങ്ങൾ പറഞ്ഞു എനിക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിക്കേണ്ടി വന്നു, കുറച്ച് കാലതാമസം എടുത്തു. പറയണോ വേണ്ടയോ എന്ന് കൺഫ്യൂഷനിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റിയില്ലേ? എങ്ങനെയാ? ആദ്യ ദിവസം നിങ്ങൾ കട്ട് ആൻഡ് ക്ലോസ് ആയിട്ട് എന്നോട് നോ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം ഈ ഒരു കൺഫ്യൂഷനിൽ എത്തിക്കാൻ കഴിഞ്ഞ എങ്ങനെയാ? നിങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഡിമാൻഡ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് വന്നത് അല്ലെ? കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന, നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന കുറച്ച് സാധനം എന്റെ കയ്യിലുണ്ടായിരുന്നു. എക്സാക്ട്ലി ഈ സാധനങ്ങൾ ഒരുപക്ഷെ നാളെ ആരും നിങ്ങളുടെ വീട്ടിൽ നാളെ ഐഫോൺ കൊണ്ട് വരുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അനുശ്രീ ഇവിടെ ഒരു കഥ കേട്ടോ. അനുശ്രീ കോളേജിൽ ജോയിൻ ചെയ്തു, 3rd ഇയർ അല്ല 1st ഇയർ ആയിട്ട് ജോയിൻ ചെയ്തു. സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് എന്തുണ്ടാവും? പ്രണയം ഉണ്ടാവും. അനുശ്രീ ഭംഗിയായി പ്രണയിച്ചു തുടങ്ങുന്നു. പ്രണയിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതതിന്റെ പീക്ക് ടൈമിലെത്തുകയാണ്. അതിന്റെ പീക്ക് ടൈമിലേക്ക് പോകുന്നു. പ്രണയം ഇങ്ങനെ എന്താണ് ആടി പ്രണയമാണെങ്കിൽ സാറ് മൊഴി എന്ന രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രണയം സക്സസ്ഫുൾ ആൻഡ് പീക്ക് ലെവലിൽ എത്തുന്നു, പൊട്ടുന്നു, പൊട്ടി. ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അനുശ്രീ കരഞ്ഞു മെഴുകി അവിടെ കിടന്ന്. അപ്പം അനുശ്രീയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ആര്? ഞാൻ ചങ്കാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം അനുശ്രീ ഈ പരിപാടി തുടങ്ങിയ സമയത്ത് എനിക്കറിയാം അനുശ്രീയുടെ കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട്. അല്ല ബെസ്റ്റ് അല്ല അടുത്തിരിക്കുന്ന പറയാം ബെസ്റ്റ് അല്ലല്ലോ. ഓക്കെ, അപ്പൊ എനിക്കറിയാം. അപ്പൊ കുറെ ദിവസം കഴിഞ്ഞപ്പോ
അനുശ്രീ വന്നോട് പറയാണ്, എടാ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണടച്ചാൽ അവന്റെ മുഖമാണ് വരുന്നത്. ഓർമ്മ ഞാൻ വളരെ മെച്ചോർഡ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് പറഞ്ഞത്, കുഞ്ഞിപ്പിള്ളേരോടല്ല. ഓക്കെ, എനിക്ക് കണ്ണടച്ചാൽ അവന്റെ മുഖം ഓർമ്മ വരുന്നത്. ഓരോ നിമിഷവും ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ പേരാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഓട്ടോയ്ക്ക് നോക്കിയാൽ അവന്റെ പേര്, ബസ്സിൽ വേറെ കടയിൽ നോക്കിയാൽ ഷോപ്പിൽ അവന്റെ പേര്, അല്ലേ? അങ്ങനെയല്ലേ? സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ റിമൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാം. 3 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടെന്ന് അനുശ്രീ എന്നോട് പറയാണ്. ഞാൻ അനുശ്രീയോട് പറയായിരുന്നു, പേടിക്കണ്ട, ഒരു വഴിയുണ്ട്, ഞാനൊരു സാധനം തരാം, അതൊന്ന് ചുറ്റി വലിച്ചാൽ മതി എന്ന് ഞാൻ അനുശ്രീയോട് പറയാണ്. ഒന്ന് ആലോചിക്കുക, ഞാൻ അങ്ങനെ പറയുമ്പോ അനുശ്രീ എന്നോട് പറയുമോ, മാനിഷാദ ലഹരിയില്ലാത്ത നവകേരളം കെട്ടിപ്പടുക്കുകയാണ് എന്റെ ഉദ്ദേശം, എന്റെ ലക്ഷ്യം, എന്റെ ധാർമ്മിക മൂല്യങ്ങളെ വിട്ട് ഞാൻ വ്യതിചലിക്കുകയില്ല, മാറിക്കണം എന്ന് അനുശ്രീ എന്നോട് പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ ഈ മൈക്ക് എന്തിനാ വെച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. കുഴപ്പമില്ല, ഈ ക്ലോസ്ഡ് അല്ലേ, അത് ശബ്ദം ഉണ്ടല്ലോ അല്ലേ? അപ്പോ അനുശ്രീ ഇങ്ങനെ പറയുന്നത് ഇത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഈ സാധനം സജസ്റ്റ് ചെയ്യാണ്. അനുശ്രീ യെസ് പറയുമോ നോ പറയുമോ? ഓക്കെ, യെസ് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നോ പറയാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഞാൻ പറയുന്നത്. യെസ് പറയുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നോ പറയാനുള്ള സാധ്യത അവിടെ കുറവാണ്. രണ്ടൊന്നല്ലേ? കാര്യം എന്താ? അനുശ്രീയുടെ അപ്പോഴത്തെ നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴത്തെ അനുശ്രീയുടെ ആവശ്യം ഡ്രഗ്സിനോട് നോ പറയുക അല്ല. അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അനുശ്രീക്ക് ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മാത്രം മതി. അപ്പോഴുണ്ടായിരിക്കുന്ന ഇമോഷണൽ ഇഷ്യൂസിനെ, ഇമോഷണൽ ക്രൈസിസിനെ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അനുശ്രീയുടെ പ്രൈമറി നീഡ്. അവിടെയാണ് ഏറ്റവും അടുപ്പമുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ ഈ സാധനം സജസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായും അനുശ്രീ അതിനകത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെ? വീണ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞത്, നമ്മൾ ഭാവിയിൽ അങ്ങോട്ട് പോകുമ്പോൾ കുറെ ഇമോഷണൽ ഇഷ്യൂസിനകത്തോട് കയറി ഇറങ്ങിയായിരിക്കും പോവാം. അപ്പോഴൊക്കെയും നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരാം, നമ്മളിൽ സ്വാധീനം ചെലുത്താം. ഇപ്പോഴൊക്കെ ഞാൻ ചോദിക്കുകയാണ്, ഇതിനകത്തിരിക്കുന്ന എത്ര പേര് ഭാവിയിൽ ലഹരി ഉപയോഗിക്കുകയില്ല എന്നുള്ളത്? നിങ്ങൾ ഉറപ്പായിട്ട് 2 കൈ മുക്കിയിട്ട് പറയും, സാർ നോ, ഞാൻ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് പറയും. ബിക്കോസ് ഓഫ് ദിസ് കറന്റ് സിറ്റുവേഷൻ, അല്ലെ? നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടുകളുടെയും ഇന്നത്തെ അവസ്ഥകളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷെ നാളെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ എൻവയോൺമെന്റ് മാറാം, ചുറ്റുപാടുകൾ മാറുന്നു, ചുറ്റുമുള്ളവർ മാറുന്നു, നമ്മളെ സ്വാധീനിക്കുന്നവർ മാറുന്നു, അവരുടെ സ്വഭാവം മാറുന്നു. സ്വാഭാവികമായും നമ്മളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാധീനിക്കുമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, പക്ഷേ സാധ്യത ഉണ്ട്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക. ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുന്നുണ്ട്. മോനെ, ലഹരി ഉപയോഗിക്കാൻ പാടില്ല, ലഹരി ഉപയോഗിക്കുന്നവർ കൂട്ടുകൂടാൻ പാടില്ല, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും, ആരോഗ്യ പ്രശ്നം ഉണ്ടാകും, മാനസിക പ്രശ്നം, ഇതെല്ലാം നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി ഒരു 15-16 വയസ്സുകാരനായ കുട്ടി ഇവർ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകും. സ്വാഭാവികമായിട്ട് ഈ ആമ്പിള്ളാരെ സംബന്ധിച്ച് അഡോളസന്റ് പീരീഡിൽ ഇവർക്ക് ഈ മോട്ടോർ ബൈക്സിനോടൊക്കെ വളരെ ഒബ്സസ്ഡ് ആയിരിക്കും, അല്ലെ? ബൈക്കുകളോട്, കാറുകളോടൊക്കെ വളരെ ക്രൈസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കളിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഗ്രൗണ്ടിൽ വരുന്നൊരു ചേട്ടൻ, ആ ചേട്ടൻ അത്യാവശ്യം മയക്ക് വരുന്നതിന് ഇടപാടൊക്കെ ഉണ്ട്. ആ ചേട്ടൻ വരുന്ന ഒരു സൂപ്പർ ബൈക്കിലാണ്, ഇവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ബൈക്കിലാണ് ഇവൻ വരുന്നത്. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് ഇവനോട് പറയാണ്, ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്കൂൾ വിട്ട സമയമല്ലേ, ഞാൻ വേണമെങ്കിൽ നിനക്ക് ഒരു കാര്യം ചെയ്യാം, നീ എന്റെ ബൈക്ക് എടുത്ത് ഓടിച്ചോ, സ്കൂളിന്റെ ജംഗ്ഷൻ വരെ വേണമെങ്കിൽ ഓടിച്ചോ, കുറച്ച് ഷോയൊക്കെ കാണിച്ചോ, പക്ഷെ ഞാൻ തരുന്ന ഒരു പാക്കറ്റ് നീ ആ സ്കൂളിന്റെ അവിടെ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 15 വയസ്സുകാരനായ കുട്ടി എസ് പറയോ നോ പറയോ? കാരണം എന്താ? അവൻ ഏറ്റവും അവിടെ ഓഫർ ചെയ്യപ്പെടുന്ന, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബൈക്ക് ഓടിക്കാൻ കിട്ടുന്ന അവസരമാണ്. അവൻ നോ എന്ന് പറയുന്നത് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ നേരത്തെ ആക്ച്വലി ഗിമ്മിക് ആണ്, അല്ലേ? നമ്മൾ പറയുന്ന ഒരു സാധനമാണ്, പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കും പലപ്പോഴും ഈ സാധനം പറയാൻ പറ്റാതെ. എന്തിനാണ് ശരിക്കും ഈ ആൾക്കാരെ ലഹരി ഉപയോഗിക്കുക? എന്തിനാണ് ലഹരി ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ലഹരി ഉപയോഗിക്കുന്നതിനൊരു പർപ്പസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ്? സ്ട്രെസ്. ശരി, സ്ട്രെസ് കുറയ്ക്കാൻ. പിന്നെ പിന്നെ നാളെ അനുശ്രീ വളരെ സ്ട്രെസ്ഡ് ആയിരിക്കും, ഞാനൊരു പോകുന്നുണ്ടോ അനുശ്രീ വരികയോ? അനുശ്രീയുടെ സ്വഭാവം മനസ്സിൽ വരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രോപ്പർ എന്തിനായിരിക്കും ആൾക്കാർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്? ഡിപ്രഷൻ, ഓക്കെ, ചില്ലടിക്കാൻ, പിന്നെ കേട്ടില്ല, പ്ലഷർ, കേട്ടില്ല, ക്ലൈമറ്റ്, ഓക്കെ, ആകാംക്ഷ, ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ, പിന്നെ ഇവിടെ പറയണോ? പിന്നെന്താ? കേട്ടില്ല, ടേസ്റ്റോ? ആ, ഓക്കെ, ടേസ്റ്റ്. ശരി,
എന്നാൽ ഇവർ ഡിപ്രഷൻ, പിന്നെ ചില്ലാവാൻ, സമാധാനത്തിന്, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതത്ര നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡിപ്രഷന് മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ളത്? അല്ല. ഡിപ്രഷൻ എന്നാ ശരി, ഡിപ്രഷന് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് എന്താ സംഭവിക്കുന്നത്? കിടന്നുറങ്ങണം, ചുമ്മാ കിടന്നാലും ഉറങ്ങിയാ പറയാം, ഒന്നും ചിന്തിക്കേണ്ട. ഓക്കെ, എങ്ങനെയാ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ഒന്നും ചിന്തിക്കാതെ ആവുന്നത്? എങ്ങനെ പോകുന്നത്? ശരി, ഓക്കെ. നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ടാകാറുണ്ടല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീ കരഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ നിങ്ങൾക്ക് ഇമോഷൻസ് മാറി മാറി വരാറുണ്ട് അല്ലേ? നിങ്ങളൊരു വിവാഹ വീട്ടിലേക്ക് പോകുന്നു, ഒരു സുഹൃത്തിന്റെ കല്യാണ വീട്ടിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് എന്ത് ഇമോഷൻ ഉണ്ടാവുക? സന്തോഷം ഉണ്ടാവാറുണ്ട്. നിങ്ങളൊരു മരണ വീട്ടിലേക്ക് പോകുന്നു, എന്ത് ഇമോഷൻ ഉണ്ടാവും? ആ ബസ്സിൽ എന്തായിരിക്കും അവസ്ഥ? ദേൽമുരുക പാട്ട കേട്ടിട്ടുണ്ട്, എന്തായിരിക്കും അവസ്ഥ? വൻ വൈബായിരിക്കും അല്ലെ? നിങ്ങൾ ചാടുന്നു, ഓടുന്നു, മറിയുന്നു, ഭയങ്കര വൈബ്, ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ? നിങ്ങൾ പോകുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണാനാണ്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസ് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വളരെ പ്രസിദ്ധമായ ഒരു അമ്പലം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ആ ബസ്സിൽ നിന്ന് പോകുന്നു, വേൽമുരുക പാട്ടിട്ടിരിക്കുന്നു, നിങ്ങൾ ചാടുന്നു, മറിയുന്നു, ഓടുന്നു, ബസ് അവിടെ കൊണ്ട് നിർത്തുന്നു, നിങ്ങൾ ഇറങ്ങുന്നു, നിങ്ങൾ അമ്പലത്തിനകത്ത് ഇതുപോലെ ചാടി തുള്ളി കയറി പോകുന്നു. ആ ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ നിങ്ങൾ അകത്തുനിന്ന് വലിയ വൈബായിട്ട് പോകുമോ? ഇല്ല. ശരി, നിങ്ങൾ ടൂർ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു, വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ചാടത്തില്ല, അമ്മ ചോറെടുത്ത് നോക്കി എന്നൊക്കെ പറയുമ്പോൾ ഡാൻസ് കളിച്ചോണ്ടായിരിക്കും നിൽക്കുക? അയ്യോ, അല്ല. ശരി, നിങ്ങൾ 2018 സിനിമ കണ്ടോ? ക്ലൈമാക്സ് ആരും ടോവിനോയുടെ ക്യാരക്ടർ, അനൂപ് എന്ന് പറയുന്ന ടോവിനോയുടെ ക്യാരക്ടർ മരിക്കും അല്ലെ? എന്ത് തോന്നി? സങ്കടം തോന്നി. ഓക്കെ, നിങ്ങൾ സിനിമ കാണുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, തിയേറ്റർ കഴിഞ്ഞു വീട്ടിലേക്ക് വരുന്നു, അമ്മ ചോറെടുത്ത് വെക്കുന്നു, നിങ്ങൾ പറയുന്നു അമ്മ എനിക്ക് ചോറ് വേണം. കാര്യം ടോവിന് മരിച്ചു പോയതിന്റെ സങ്കടം, ടോവിനോയുടെ ക്യാരക്ടർ സിനിമയിൽ മരിച്ചു പോയതിന്റെ സങ്കടമായതുകൊണ്ട് ചോറ് വേണം. അപ്പൊ അമ്മക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നു. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട, അമ്മ പാത്രം കഴിപ്പിച്ച് കിടക്കുന്നു. പിറ്റേ ദിവസം നിങ്ങൾ കോളേജിലേക്ക് വരണം, പക്ഷെ നിങ്ങൾ എഴുന്നേൽക്കുന്നില്ല, മടിച്ചിരിക്കുന്നു. അമ്മ ചോദിക്കുന്നു എന്താ നിങ്ങൾ കോളേജിൽ പോകണ്ടേ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നു ഇല്ല ഇന്ന് ഞാൻ പോകുന്നില്ല. കാര്യം സങ്കടമാണ്. അമ്മക്ക് എന്തോ വീണ്ടും അടിക്കുന്നു, പെണ്ണിന് എന്തോ പറ്റി. അമ്മ ജോലിക്ക് പോകുന്നു. അപ്പൊ വൈകുന്നേരം വരുമ്പോൾ നിങ്ങൾ അതേ മുറിയിൽ, അതേ ഡ്രസ്സിൽ, അതേ കോലത്തിൽ, അതേ രൂപത്തിൽ ഇരിക്കുകയാണ്. കാര്യം എന്താ? ഇത് നോർമലാണോ? നോർമലാണ്. എന്നാൽ സങ്കടം വന്നു എന്നുള്ളത് നോർമലാണോ? നോർമലാണ്. പിന്നെ എവിടെയാണ് ഈ ഒരു അബ്നോർമാലിറ്റിയിലേക്ക് അത് ചേഞ്ച് ആയത്? നിങ്ങൾക്ക് ആ ഉണ്ടായ ഇമോഷൻ എന്ത് ചെയ്യും? ആ ഇമോഷൻ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടല്ലേ? തിയേറ്ററിൽ അത് കാണുമ്പോൾ സങ്കടം ഉണ്ടാവുന്നു, കുറച്ച് കഴിയുമ്പോൾ ആ സങ്കടം എന്ത് ചെയ്യണം? അതൊക്കെ കുറഞ്ഞു അതിന്റെ ഫ്രീക്വൻസി പതുക്കെ കുറഞ്ഞു വരണം. ഇൻ കേസ് നിങ്ങൾ ടൂർ പോകുന്നു, നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നു, കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഹാപ്പിനെസിന്റെ അളവ് കുറഞ്ഞു വരും. അല്ലെങ്കിൽ നിങ്ങൾ ആ മാസം മുഴുവൻ അതേ സന്തോഷത്തിലായിരിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇതൊരു പെർട്ടിക്കുലർ ടൈം വരെ മാത്രം നിലനിൽക്കുന്നത്? അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ കുറഞ്ഞു വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്? ഇമോഷൻസിന് അങ്ങനെ ഒരു വേരിയേഷൻസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറില്ലേ? എല്ലാ തവണയും വരുന്ന സന്തോഷം ഒരേ അളവിലാണോ? അല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ പോയിട്ട് ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ അത്രയും അളവ് ആയിരിക്കില്ല ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ അല്ലേ? എന്തുകൊണ്ടാണ് ഇതിലൂടെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിശ്ചിത സമയം കഴിയുമ്പോൾ കുറയുന്നത്? എങ്ങനെയാണ് ഇമോഷൻസ് നമ്മൾ ഉണ്ടാവുക? ഡോപ്പമിൻ ഒരൊറ്റ പെർട്ടിക്കുലർ ഇമോഷൻസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മളിൽ ഈ പറയുന്ന ഇമോഷൻസ് ഉണ്ടാവുന്നത്? എങ്ങനെ നമുക്ക് ദേഷ്യം ഉണ്ടാവും? നിങ്ങൾക്ക് ദേഷ്യം വരാറുണ്ടോ? വരാറുണ്ട്. ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യും? ശ്വാസം എടുത്തിട്ട് വിടുവോ? നിങ്ങൾ എന്ത് ചെയ്യും? എന്തെങ്കിലും എടുത്ത് എറിയും, ഉറക്കെ സംസാരിക്കും, എവിടെയെങ്കിലും അടിക്കും, പിന്നെ അബ്യൂസീവായിട്ട് ചിലപ്പോൾ പെരുമാറും, അഗ്രസീവായിട്ട് ചിലപ്പോൾ ബിഹേവ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും അല്ലേ? ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോ നിങ്ങൾക്ക് തോന്നും വേണ്ടായിരുന്നു, അമ്മയോട് അങ്ങനെ പറയരുത് അല്ലേ, അങ്ങനെ ചെയ്ത് മോശമായിപ്പോയി, ഇറങ്ങിയപ്പോ പൊട്ടിയത് ആരെ പോണാ? എന്റെ വേണ്ടായിരുന്നു അല്ലേ, അങ്ങനെ ചെയ്യരുതാ പാടില്ലായിരുന്നു ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടാവും അല്ലേ? പക്ഷേ വീണ്ടും നിങ്ങൾക്ക് ദേഷ്യം വരുന്നു, നിങ്ങൾ എന്തിനാ റിപ്പീറ്റ് ചെയ്യുന്നു? നേരത്തെ ചെയ്ത അതേ കാര്യങ്ങൾ റിപ്പീറ്റ്. നിങ്ങൾക്ക് അറിയാം ദേഷ്യം വന്ന് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ പിന്നീട് ഞാൻ ദുഃഖിക്കേണ്ടി വരുമെന്ന് അറിയാം, ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചാൽ ഞാൻ ദുഃഖിക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാം. എന്നാലും ദേഷ്യം വീണ്ടും നിങ്ങൾ അതിനെ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അത് ചെയ്യുമ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നു അത് വേണ്ടായിരുന്നു. എന്തുകൊണ്ട് ദേഷ്യം വന്നപ്പോൾ നിങ്ങൾ അത് റിയലൈസ് ചെയ്തില്ല? വേണ്ട, പറയണ്ട, എന്തായാലും എന്തുകൊണ്ടാണ്? നമ്മൾ വഴക്കൊക്കെ കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് എക്സാക്ട്ലി പോയിന്റ് കിട്ടുന്നത്. ആ ഡയലോഗ് അടിക്കാമായിരുന്നു എന്നുള്ള സാധനം കിട്ടുന്നത് പിന്നീടാണ്.
അപ്പോഴത്തേക്കും വഴക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കിടന്നുറങ്ങും കഴിയും. അവനടുത്ത് ഒരു പോയിന്റ് പറഞ്ഞില്ല, അല്ലേ? വീണ്ടും നമ്മൾ തുടക്കമിടുന്നു. എങ്ങനെ എങ്ങനെയാ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അപ്പ് റിയലൈസ് ചെയ്യാൻ പറ്റാത്തത്? ആ ദേഷ്യം വരുന്ന മൊമെന്റില് നിങ്ങൾക്ക് ആ വരുന്ന ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ, ഇല്ലേ? ആ വരുന്ന ഇമോഷൻസിന്റെ അളവ്, അതായത് നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടായ ദേഷ്യത്തിന്റെ അളവ് എത്രത്തോളം ആയിരുന്നിരിക്കാം? ഒരു 10% ആണ് വയ്ക്കുക. 10% നിങ്ങൾക്ക് അപ്പോൾ വന്ന ദേഷ്യത്തിന്റെ അളവ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ടൂർ പോകുന്നു. അവിടെയൊക്കെ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഇമോഷന്റെ അളവ് 15 to 20 ആണെന്നിരിക്കുക. 15 മുതൽ 20% വരെയാണ് നമ്മൾ ഈ പറയുന്ന ഡോപ്പമിന്റെ പ്രൊഡക്ഷനും അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന ഹാപ്പിനെസിന്റെ അളവും എന്ന് വെക്കുക. അപ്പൊ നമ്മൾ ഏത് വൈബാ? ബസ്സിലൊക്കെ 20%-ല് ചില്ല് വൈബ്, അല്ലെ? ചാടുന്നു, ഓടുന്നു, മറിയുന്നു, എന്ത് ചെയ്യാം, അല്ലെ? ഭയങ്കര ചാട്ടമായിരിക്കും. പക്ഷേ ബൈ ദ യൂസ് ഓഫ് ഡ്രഗ്, ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ, ലഹരി, ഇങ്ങനെയുള്ള ഏതൊരു മനുഷ്യനും ലഹരി ഉപയോഗിക്കുമ്പോൾ എല്ലാ ലഹരിയും ഒരുപോലെയല്ല തലച്ചോറ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരുപാട് ലഹരികളുണ്ട്. കുറെ ലഹരി പദാർത്ഥങ്ങളുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതെല്ലാം ഒരേ രീതിയിലാണോ പ്രവർത്തിക്കുക? ഒരേ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക? അല്ല. പലതിനും പല രീതിയിലാണ് പ്രവർത്തനം, പല ഗുണങ്ങൾ പറയാൻ പറ്റില്ല, പല രീതിയിലാണ് അത് തലച്ചോറിൽ ആക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആദ്യമേ 2 തരത്തിൽ നാച്ചുറൽ ഉണ്ട്, ഓർഗാനിക്കും ഉണ്ട്, സിന്തറ്റിക്കും ഉണ്ട്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുറെ സാധനങ്ങളാണ്. സിന്തറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന മയക്കുമരുന്നുകളാണ്. ഇതിൽ തന്നെ പിന്നെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് സെഡേറ്റീവ്സ് ഉണ്ട്, ഡിപ്രസൻസ് ഉണ്ട്, ആന്റി ഡിപ്രസൻസ് ഉണ്ട്, ഹാലുസിനേഷൻസ് ഉണ്ട്, പിന്നെ സ്റ്റിമുലൻസ് ഉണ്ട്. ഇങ്ങനെ തലച്ചോറിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ കിടന്ന് ചാടുന്നു, തുള്ളുന്നു, എത്ര പെർസെന്റേജിലാ? 20%. അത് ടേൺ ഇൻടു 500 to 1000. എന്താണ് അവിടെ? ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അല്ലെ? എക്സ്ട്രീം, സന്തോഷത്തിന്റെ എക്സ്ട്രീം. അതിനെ പറയുന്ന അവസ്ഥ സന്തോഷം, ഹാപ്പിനെസ് എന്നല്ല, പിന്നെയോ ഉന്മാദം അറിയാം. ഉന്മാദാവസ്ഥയിലേക്ക് പോകും, അഥവാ മാനിയാക്കായിട്ട് ചാടി തുള്ളി നടക്കുന്നു, ഹൈപ്പർ ആക്റ്റീവ് ആകുന്നു. ഈ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ നോക്കി നോക്കിയേ, 20% ദേഷ്യം വരുന്ന നിങ്ങൾ, ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇറ്റ് ടേൺസ് ഇൻടു 500 to 1000. എന്ത് ചെയ്യും നിങ്ങൾ? എന്ത് ചെയ്യും? 20% ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ കാണിക്കുന്ന കുറെ ചേഷ്ടകളും പ്രവൃത്തികളും ഉണ്ട്. ആ സ്ഥാനത്ത് 500 മുതൽ 1000 വരെ ആകുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്തും ചെയ്യും, അല്ലെ? ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ എത്ര മണി വരെ പീരീഡ്, അല്ലെങ്കിൽ ലാസ്റ്റ് പീരീഡ് എപ്പോഴാണ്? 3:30 വരെ. ഈ 3:30 ബെല്ലടിക്കും, അല്ലെ? 3:30 ബെല്ലടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ബാഗിനകത്ത് ബുക്കൊക്കെ എടുത്ത് കയറ്റുന്നു, പോകാൻ വേണ്ടി റെഡി ആവുന്നു, അല്ലെ? അതായത് 3:30 ബെല്ല് കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് പറയുന്നുണ്ട് ഇത് ലാസ്റ്റ് ബെല്ലാണെന്നും പോകാൻ സമയമായെന്നും ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? തോട്ട് ആൻഡ് പെർസെപ്ഷൻ എന്നാ പറയാ. അതായത് പുറത്തുനിന്ന് കേൾക്കുന്നത് ഒരു ബെല്ലിന്റെ ശബ്ദമാണ്. അത് ബെല്ലാണ് അടിച്ചത് കണ്ടിട്ടാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? അല്ല, നിങ്ങൾ ആ ശബ്ദം കേട്ടതേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെ പ്രോസസ് നിങ്ങൾ ആ ശബ്ദം കേട്ടു. രണ്ടാമത്തെ പ്രോസസ്സാണ് അത് കേട്ടത് ബെല്ലിന്റെ ശബ്ദമാണോ, അത് എത്രാമത്തെ ബെല്ലാണെന്ന് നമ്മുടെ തലച്ചോറിൽ പ്രോസസ്സിംഗ് നടക്കുന്നത്, അല്ലെ? പക്ഷെ തലച്ചോറ് അവിടെ തെറ്റിദ്ധരിപ്പിച്ചു. കേട്ടത് ബെല്ലിന്റെ ശബ്ദമല്ല, നിങ്ങൾ കേട്ടു. ശരിക്കും അടിച്ചത് ബെല്ലിന്റെ ശബ്ദമാണ്, പക്ഷെ നിങ്ങൾ കേട്ടത് ബെല്ലിന്റെ അല്ല, ഒരു ബോംബ് പൊട്ടുന്ന ശബ്ദമായിട്ടാണ് തലച്ചോറ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ ആക്ഷൻ എന്തായിരിക്കും? നിങ്ങൾ ഇറങ്ങി ഓടും. അപ്പൊ തലച്ചോറിലാണ് ഈ കളി മുഴുവൻ നിൽക്കുന്നത്. തലച്ചോറ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ സാമാന്യ ബോധത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്വബോധത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഞാനിവിടെ നിന്ന് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു, കുറെ കാര്യങ്ങളോട് സംസാരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ഈ പറയുന്ന ഡ്രഗ്സ് ഉപയോഗിച്ച് ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് മനസ്സിലാക്കി പെരുമാറാനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആക്രമിക്കാൻ വന്ന് നിങ്ങൾ തീവ്രവാദത്തെ ഫ്രണ്ടിൽ നിൽക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? പലതൊക്കെ എടുത്ത് എറിയാൻ നോക്കും, അല്ലേ? കാരണം തലച്ചോറ് മനസ്സിലാക്കി തരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ആക്ഷൻസ് നടക്കുന്നത്. പലപ്പോഴും കൃത്യമായി ഇത് മനസ്സിലാക്കുന്ന മെക്കാനിസത്തെ ആര് തകർത്തുകളയാറുണ്ട്? ഡ്രഗ്സ്. പുള്ളിക്കാരിയുടെ തലയിലേക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? വീണ്ടും 40 ആക്കുന്നു, 60 ആക്കുന്നു. അതായത് അമിതമായ ജോലി ഭാരം ഏൽപ്പിക്കുന്നത്. എന്ത് പറ്റും? 20 കിലോ ചാക്കെടുക്കാൻ പറ്റുന്ന പുള്ളിക്കാരുടെ തലയിലേക്ക് നമ്മൾ 40 കിലോ വെക്കുകയാണ്. എന്ത് പറ്റും? അത് 80 ആക്കുന്നു. എന്ത് പറ്റും? 100 ആക്കുന്നു, 120 ആക്കുന്നു. എന്ത് പറ്റും? ആലോചിച്ച് നോക്ക്. എന്ത് പറ്റും? എന്ത് പറ്റുള്ളൂ? ഓടുവോ? ഓടാനൊന്നും പറ്റൂല, അവിടെ നിൽക്കാനേ പറ്റുള്ളൂ. ഇത്രയും
അത്രയും വെയിറ്റ് കൊടുക്കുക, എന്ത് പറ്റും? ഓടും, ചാടും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അമിതമായ ഭാരം ഇങ്ങനെ തലയിലേക്ക് വെച്ചു കൊടുക്കുക, എന്ത് പറ്റും? മരിച്ചു, വീണ് പോകില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമിതമായ ഭാരം തലയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആള് വീണ ആളില്ലാതായി പോകും, അല്ലേ? ഇത്രയേ ഉള്ളൂ ന്യൂറോണിന്റെ കാര്യം. ഈ ന്യൂറോണിന്റെ തലയിൽ നമ്മൾ എന്ത് ചെയ്യുക? അമിതമായ ജോലിഭാരം, 20% നാച്ചുറൽ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ള ഈ ന്യൂറോൺ സിസ്റ്റത്തെ കൊണ്ട് നമ്മൾ 500 വരെയുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പറ്റുക? ആ ന്യൂറോൺ എന്ത് പറ്റും? ന്യൂറോൺ ഡാമേജ് ആവും, ആ ന്യൂറോൺ നശിച്ചു പോകും, പൊട്ടിപ്പോകും. പിന്നെ എന്ത് പറ്റും? അദ്ദേഹം പോയി. പിന്നെ ആരാ സന്തോഷം തരിക? ആരും തരുമോ? ഇല്ല, പറ്റൂല. ആര് തരും? ആരും തരില്ല. അങ്ങനെ വരുമ്പോ ഈ ഒരു മെക്കാനിസത്തിന്റെ ഒരു കണ്ണി മുറിഞ്ഞു. ശ്രദ്ധിക്കുക, ഈ ഒരു മെക്കാനിസത്തിന്റെ കണ്ണി മുറിഞ്ഞു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ആ പറഞ്ഞ ഇമോഷൻ പ്രൊഡക്ഷന്റെ ഇംബാലൻസ്ഡ് ആവും. ബാലൻസിൽ നിന്ന സാധനം ഇംബാലൻസ്ഡ് ആവും. പിന്നെ കൃത്യമായ അളവിലും വരില്ല, കൃത്യമല്ലാത്ത അളവിലും ഈ സാധനം വരില്ല. എപ്പോഴെങ്കിലും വരും. അതായത് സന്തോഷം കൊടുക്കുന്ന അളവുണ്ടല്ലോ, അത് വ്യക്തമായി കൃത്യമായി വരില്ല. അത് പല അളവിലായിരിക്കും കയറി വരിക. ഇതിനോടൊപ്പം തന്നെ ദേഷ്യം അളവ് മാറും. നാച്ചുറലി വരുന്ന ദേഷ്യത്തിന്റെ അളവ് മാറും. ഇപ്പോൾ ഒരു ചെറിയൊരു ചായ ഗ്ലാസ് തറയിൽ വീണ് പൊട്ടി, സാധാരണഗതിയിൽ ആ മനുഷ്യന് എത്ര ദേഷ്യം വരും? ഒരു 5% ദേഷ്യം വന്നിരിക്കട്ടെ. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ അയാൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ചായ ഗ്ലാസ് വീണ് പൊട്ടിയതായ 5 അല്ല 50% ആയിരിക്കും വരുന്ന ദേഷ്യം. ചെറിയ കാര്യങ്ങൾ പോലും അമിതമായിട്ട് ദേഷ്യം ഉണ്ടാവുക. കാരണം നേരത്തെ തലച്ചോറിന് കഴിവുണ്ടായിരുന്നു, എത്ര കൊടുക്കണം എത്ര കൊടുക്കണ്ട എന്നുള്ള ഒരു സെൻസിബിൾ ആയിട്ടുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ ബൈ ദ യൂസ് ഓഫ് ഡ്രഗ് എന്ത് ചെയ്തു? ഈ കഴിവ് നഷ്ടപ്പെട്ടു. നമുക്കറിയാം, മദ്യപിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ കുറെ അസുഖങ്ങളെ പേരൊക്കെ പറയാറുണ്ട്, അല്ലെ? ഏറ്റവും കൂടുതൽ അവരെ ബാധിക്കുന്ന അസുഖം ഏതാ? മദ്യപാനികളെ സംബന്ധിച്ച് ലിവർ സിറോസിസ് എന്ന് പറയാം. പക്ഷെ ലിവർ സിറോസിസ് അല്ല ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടാവുക, ഫാറ്റി ലിവർ ആയിരിക്കും ഉണ്ടാവുക. ഫാറ്റി ലിവർ കഴിഞ്ഞ് ഫൈബ്രോസിസ് വന്നിട്ട് പിന്നീടാണെങ്കിൽ സിറോസിസിലേക്ക് പോവാം. ഈ ഫൈബ്രോസിസ് കണ്ടീഷൻ പോലും ഫൈബ്രോസിസ് റിക്കവർ അല്ല എന്ന് പറയാം. പക്ഷെ എന്നാലും ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? റിക്കവർ ചെയ്തെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. സിറോസിസിലേക്ക് പോയി റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷെ അതുപോലെ അല്ല ഈ പറയുന്ന ന്യൂറോണുകൾ. പൊട്ടിയാൽ പൊട്ടി. നമുക്കറിയാലേ, നമുക്ക് ഈ വീട്ടിലൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയങ്ങളിൽ വീട്ടിലെ ഒറ്റയ്ക്കുള്ളപ്പോൾ എന്തൊക്കെ ചെയ്യും? വീട് തീരും, അല്ലെ? അല്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മയച്ഛനും പോയിട്ട് തിരിച്ചു വന്ന് പറയും, വീടിനോട് തലതിരിച്ചു വെക്കുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെക്കും, അല്ലേ? പണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പുൽക്കൂടിലൊക്കെ ഇടുന്ന സീരിയൽ ലൈറ്റില്ലേ, LED ബൾബ്, അതിന്റെ ബൾബിന്റെ വയർ കട്ട് ചെയ്തിട്ട് അത് പ്ലഗിൽ കൊടുത്ത് സ്വിച്ച് പോയി. അപ്പൊ എന്ത് പറ്റും? കറണ്ട് അടിക്കില്ല, ഒരു സൗണ്ട് തരും, സൗണ്ട് തരും. എന്ത് പൊട്ടും? ആ ബൾബ് പൊട്ടിപ്പോകും. എന്തുകൊണ്ട് ആ ബൾബ് പൊട്ടുന്നത്? ഹൈ വോൾട്ടേജ്. അതായത് ഈ ബൾബിന് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത, ബൾബിന് താങ്ങി നിർത്താൻ കഴിയാത്ത അത്രയും വലിയ കറണ്ടാണ് അതിലൂടെ കയറി വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ബൾബ് പൊട്ടിപ്പോകും. ലൈക്ക് സെയിം എന്താ, ഈ ന്യൂറോണിലേക്ക് വരുന്ന സാധനം ഏതാണ്? നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, അതിനേക്കാൾ ഹൈ വോൾട്ടേജിലുള്ള സാധനമാണ് ഈ ന്യൂറോൺസിലേക്ക് കയറി വരുന്നത്. സ്വാഭാവികമായിട്ട് ന്യൂറോൺസും പൊട്ടിപ്പോകും. ന്യൂറോൺസ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യം, ഇപ്പൊ ഞാൻ കാര്യം പറയട്ടെ, നിങ്ങളുടെ മുന്നില് നിങ്ങളുടെ അച്ഛൻ കൂട്ടുകാരൻ രണ്ടുപേരുണ്ട്. ഈ അച്ഛനോട് കൂട്ടുകാരനോട് നിങ്ങൾ ഒരുപോലെയാണോ ബിഹേവ് ചെയ്യുക? അച്ഛനാണെന്നും അച്ഛനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു സ്വബോധം നിങ്ങൾക്കുണ്ട്, അല്ലെ? കൂട്ടുകാരനോട് എന്ത് പറയാം എന്ത് പറയാൻ പാടില്ല, അച്ഛനോട് എന്ത് പറയാം എന്ത് പറയാൻ പാടില്ല എന്നുള്ളൊരു വകഭേദം, ഒരു ബോധം ഇതെല്ലാം നിങ്ങളിലുണ്ട്. പക്ഷെ ആ ബോധം ഉണ്ടാക്കുന്ന മെക്കാനിസത്തെ ഡ്രഗ്സ് പതുക്കെ 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 തകർത്ത് കളയും. പിന്നീട് അച്ഛനോടാണോ കൂട്ടുകാരനോടാണോ ബിഹേവ് ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളത്തെ പൗരന്മാരാകേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു.
ചെയ്യുന്നു ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തി ലഹരി മുക്ത നവകേരളം പടുത്തുയർത്താൻ എന്റെ എല്ലാ പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. ഈ പറഞ്ഞു കേട്ട കാര്യങ്ങൾ നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ആൾ നിങ്ങൾ മനസ്സിലാക്കുക എന്ന മാത്രമല്ല ലക്ഷ്യം. ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കൂടെ ഷെയർ ചെയ്യുക. അതായിരിക്കണം പ്രധാന ലക്ഷ്യം. നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും കണ്ടാൽ നിങ്ങൾ നേരിട്ട് പ്രതികരിക്കേണ്ട. ഈ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ആരാണോ അവരെത്രയാണോ ലഹരിക്ക് അടിമ അവരെ നമ്മൾ നിയന്ത്രിക്കാൻ പോകേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ലഹരി ഉപയോഗമോ ലഹരി കച്ചവടമോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുക. നിങ്ങളുടെ പേര് വിവരങ്ങളെല്ലാം പൂർണ്ണമായും രഹസ്യമാക്കി വയ്ക്കും. ആ നമ്പർ ഇവിടെ പറയുന്നത് 96 56 17 8000. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. 96 56 17 8000. ഇത് നേർവഴി എന്ന എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കമ്മീഷണർ ഓഫീസിലെ നമ്പറാണ്. നിങ്ങൾക്ക് ആർക്ക് വേണോ എന്ത് വിവരം കിട്ടിയാലും വിളിച്ചു പറയാം. നിങ്ങളുടെ പേര് വിവരങ്ങളെല്ലാം രഹസ്യമായി. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് വളരെ നല്ല രീതിയിൽ ഇൻഫോർമേറ്റീവായിട്ട് ക്ലാസ് എടുത്ത് ശ്രീ വിഘ്നേഷ് സാറ് വിമുക്തി തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്ററാണ്. സാറിനും ഞാൻ എൻ്റെ പേരിലും അതുപോലെ കോളേജിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്.